അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കാണ്. വെറും 3 ചേരുവകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറിയോയുടെ ബിസ്ക്കറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ചോക്ലേറ്റിൻ്റെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാമെന്നാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് പാലാണ്, അതായത് 125 ml പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓറിയോ ബിസ്ക്കറ്റെല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 24 ഓറിയോയുടെ ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് എല്ലാം നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഈ ബിസ്ക്കറ്റിനകത്ത് ക്രീമൊന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, ആ ക്രീമോട് കൂടിയിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി. ഈ ബിസ്ക്കറ്റ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ബിസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് നമുക്കിതൊരു 2 ആയിട്ട് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒട്ടും തന്നെ തരികളില്ലാതെ നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഈ ബിസ്ക്കറ്റും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് എല്ലാം നന്നായിട്ട് തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ 3 ചേരുവയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആ മൂന്നാമത്തെ ചേരുവയാണിത്, ബേക്കിംഗ് പൗഡർ. ഞാൻ ഈ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കൂടി പോകരുത്. അപ്പോൾ ഈ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചെറിയ ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. പാൽ നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ഇനി എക്സ്ട്രാ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഓവർ മധുരമായി പോവും. കാരണം നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീമും കൂടി ഇട്ടിട്ടാണ് ഇത് പൊടിച്ചിട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതൊരു ഓവർ മധുരമായി പോവും. പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ ഈ കേക്കിന് അത്യാവശ്യം നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് തന്നെ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ ഇതുപോലെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്കിത് കുക്കറിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നല്ല അടിക്കട്ടിയുള്ള പാത്രങ്ങളിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ അടപ്പിലുള്ള ഈ ഒരു ഹോളില്ല, അത് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചിട്ട് കൊടുക്കണം. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റോളം തീയൊന്ന് കുറച്ചിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ തേച്ച് കൊടുത്താൽ മതി. ഈ ഒരു കേക്ക് ടിൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്കിത് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല പോലെ തന്നെ ഞാനിതിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 30-35 മിനിറ്റാണ് കേട്ടോ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയം. അപ്പോൾ ഇതൊരു 35 മിനിറ്റോളായിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമുക്കിതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഈ സ്റ്റിക്ക് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടീന് ചൂടാറാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് എടുത്തു വെക്കാം. നല്ലപോലെ ഇത് ചൂടാറിയതിന് ശേഷം മാത്രം വേണം കേട്ടോ നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തുനിന്ന് കേക്ക് വെളിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ബട്ടർ പേപ്പറും കൂടെ നമുക്കങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.